ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ മോനായതിനു ശേഷം മോൻ ഇതുവരെയ്ക്കും നമ്മളെ വ്ളോഗിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് നാളായി വ്ളോഗ് എടുത്തിട്ടും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഋതുക്കുട്ടനെയും കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവനൊന്ന് സൂ കാണിക്കണമെന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. പിന്നെ എന്താ ഇന്ന് ഫ്രീ ആയിരുന്നുകൊണ്ട് സൂ കാണിക്കാൻ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ അവനെ സൂ കാണിക്കാനായിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഋതുക്കുട്ടനെ കാണിച്ചു തരാവേ. ഫസ്റ്റ് ഋതുക്കുട്ടൻ നല്ല സ്യൂട്ടൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഋതുവാവെ കാണിച്ചു തരട്ടെ. നിങ്ങൾ അധികം ഒന്നും ഋതുവാവെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഋതുവാവെ വീഡിയോസ് ആദ്യമായിട്ടാണ് ഋതുവാ നിങ്ങൾക്ക് മുമ്പ് വരുന്നത്. ഋതുവാവെ കാണിച്ചു തരാം. ഋതുവാവ ഷൂയിൽ പോയി ഇറങ്ങിയിരിക്കുകയാണ്. ശുണ്ടരൻ ഋതുവാവെ തിരിച്ചാണ്. ഋതുവാവയുടെ ഡ്രസ്സൊക്കെ കണ്ടോ? ഷോസ്, കോട്ട്. അയ്യോ ചിരി. ഹായ് പറ എല്ലാവർക്കും. ഹായ് 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 ഹായ്. അപ്പൊ നമ്മള് ഋതുവാവയും കൊണ്ട് എവിടെ പോയാണ്? ഇന്ന് ആനയെ കാണും, ഒട്ടകത്തിനെ കാണും. പക്ഷെ ഒട്ടകത്തിനെ കാണൂല മക്കളെ, സോറി. അയ്യോ നമുക്ക് അവന് വ്ളോഗ്. അപ്പൊ ഋതുവാവ ഫുൾ ഓൺ ചാർജ്, ഫുൾ ഓൺ പവറാണ്. അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് സൂവിലെത്തിയിട്ട് കാണാം. ഒരു ചെറിയ പ്രശ്നമുണ്ട് ഋതുവാവയ്ക്ക് അറിഞ്ഞിടാത്ത. വേറെ ഒന്നുമല്ല, 5 മണിക്ക് സൂ അടയ്ക്ക്, 3 മണിക്കാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഓടിയെത്ത 1 മണിക്കൂർ. ഇപ്പൊ തന്നെ 4:30 അടച്ചു. പോയി കാണാം. ഓക്കെ ബൈ. സാധാരണ ഈ കൈ മാറ്റി ഈ കൈ ആക്കുമ്പോൾ ഉള്ള നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്താറല്ലേ പതിവ്. പക്ഷെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഋതുവാവയ്ക്ക് വിശന്ന് അങ്ങനെ ഋതുവാവ പഴം കഴിയുകയാണ്. ഋതുവാവേ പെട്ടെന്നൊരു വിശപ്പുണ്ടല്ലേ മോനെ. വിശന്ന ഋതുവാവ അല്ലാതാകും. ഋതുവാവ പഴം കഴിക്കുകയാണ്. കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നവർക്ക് അറിയായിരിക്കും ഈ കാര്യം. അവരെ കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് കറക്റ്റ് ആ സമയത്ത് തന്നെ എത്താൻ പറ്റുമൊന്നുമില്ല. പിന്നെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലേ അവേ. പറ്റിക്കഴിഞ്ഞാൽ നമുക്കിന്ന് ഒട്ടകമല്ല, ആനയും മയിലിനെയൊക്കെ കാണാം. ഋതുവാവ എന്തായാലും ഇപ്പോൾ പഴം കഴിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആവുമ്പോൾ അവിടെ എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓക്കെ ബൈ. അപ്പം നമ്മൾ സൂവിലെത്തിക്കഴിഞ്ഞ് എപ്പോഴും പ്ലാൻ ചെയ്യുന്ന കണക്ക് തന്നെ സൂ അടച്ചു പോയി. ഋതുവാവയുടെ എക്സ്പ്രഷൻ നോക്കിയാണ്. സൂ അടച്ചു പോയാ അമ്മ അപ്പുറത്തെ പാർക്കോട്ട് കാണിച്ചു തരാം. ഋതുവാവേ അടച്ചു പോയടാ. പിന്നൊരു ദിവസം കണ്ടുവരാമേ. നമ്മുടെ കുറ്റമല്ലല്ലോ അല്ലേ? അല്ലല്ല, ഇവര് 5:30 3 മണിയായപ്പോ അടച്ചിട്ടാറുള്ളത്. പക്ഷെ നമ്മൾ 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഋതു എന്തോ പറയാൻ തന്നെ. ഇവരെല്ലാരും കൂടെ പറ്റിച്ചു ഗൈസ്. ഞാനിനി വേറെ ദിവസം വരുന്നതായിരിക്കും ഗൈസ്. അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നടന്ന് ഋതുവിനെ പറ്റിക്കാം അല്ലേ ഋതു? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മ്യൂസിയം. അതും അടച്ചു പോയടാ മക്കളെ. വെളിയിൽ നിന്ന് കാണിച്ചു തരാം. നല്ല ബിൽഡിങ്. നമ്മൾ ഇത് ഓണാക്കി ഋതുവിനൊന്ന് ഹാപ്പി ആക്കാന്ന് വെച്ചാൽ അത് ഓഫാണ്. വെള്ളം ഇല്ലാന്ന് നമ്മൾ പ്രതീക്ഷിച്ച് അടുത്തോട്ട് നോക്കിയപ്പോൾ വെള്ളമുണ്ട്. ഇപ്പം എന്തായിരിക്കും? ഇവർ രാത്രി ഇത് ഓണാക്കുള്ളായിരിക്കും അല്ലേ? ഇതിൻ്റെ ഭംഗി രാത്രി ആയിരിക്കും. അപ്പം ഇത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമേ. ഈ അച്ഛൻ പണ്ടേ ഉടായി പോകണം. അച്ഛനും മോനും നടന്നു വരാമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. പക്ഷെ അവിടെ നിന്ന് നടന്നു വരുന്ന ഇവരെ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? നിങ്ങളെ രണ്ടുപേരെ ഇങ്ങെത്തിയപ്പോഴാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് വലിയ സ്ക്രീൻ വരുമ്പോൾ കുറച്ചുകൂടെ ഇതുകൊണ്ടല്ല. അവിടെ നിന്ന് കണ്ടോ നോക്കി ഗൈസ്. അവിടെ നിന്ന് കാണിച്ച് അവിടുന്ന് ഇവിടം വരെ നമ്മൾ നടന്നു വരുന്ന എടുക്കാൻ പറഞ്ഞു. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെ കണ്ടത്. ഇപ്പം എൻ്റെ മോനെ കാണുന്നു. ഒരു പുതിയ വീഡിയോഗ്രാഫറെ ഹയർ ചെയ്യേണ്ടി വരും. നോക്കൂ ഇത് നോക്കൂ. ഇതിൻ്റെ മനോഹാരിതയിലേക്ക് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ മടിയുള്ളൂ. എന്നെ നോക്കൂ, എൻ്റെ മനോഹാരിതയിലേക്ക് നോക്കൂ. ഇതൊക്കെ നമുക്ക് വീഡിയോ ഇട്ട് തന്നെ നമ്മൾ അമ്മയ്ക്കൊരു
കൊച്ചിനെ ആലോചിക്കുന്നത് കേട്ടാ, എന്തുടായി അച്ഛനും അമ്മയാണ് എല്ലാം ക്ലോസ്. ഒരു വെള്ളം ചാടി പോകണ ദൂരെ കോണ്ടന്റ് ഒരു ഇവ ഏതാണ്? ജെൻ ഇസഡ്, ജെൻ സി, ആൽഫയോ ജെൻ ബീറ്റയോ ഏതോ ജെന്നാണ്. ജെൻ ബീറ്റ ആണ്, ബീറ്റ. ഋതുവിന്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഗൈസ്? അവന്റെ കാല് കണ്ടോ? ഋതു കമാൺ, എപ്പോഴും പ്രവർത്തനത്തിലാണ് ഋതു. നിങ്ങൾ എന്നാ ഷൂ കാണാനും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഈ ചെടികൾ ഈ പൂക്കളാണ് കാണിച്ചു തരുന്നത്. ഇവിടുത്തെ ഈവനിങ്ങിലെ തിരക്ക് വരും, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഷൂ വിശേഷിച്ച് ഫ്ലോപ്പായി. അപ്പോൾ നിങ്ങൾ കമോൺ, നമ്മളെ റെസ്റ്റ് എടുക്കാൻ വന്നു. ഋതുവാവയെ കൊണ്ട് നമ്മളങ്ങനെ കാണാൻ വന്ന് മ്യൂസിയവും അതിൻ്റെ പച്ചപ്പും അതിൻ്റെ പ്രകൃതി രമണീയത ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കണ്ട നല്ല മഴക്കോള്. അങ്ങനെ ഋതുവാവയെ കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഋതുവാവെ ഇനി ഒരു ദിവസം നിന്നെ ഉറപ്പായിട്ട് കൊണ്ടുവരും കേട്ടോ. ഈ ഒരു ദിവസം നിന്നെ ഉറപ്പായിട്ട് കൊണ്ടുവരും കേട്ടോ. അന്ന് നമ്മൾ ഉച്ചയ്ക്ക് വരും, നേരത്തെ വരും, ആച്ചു പൊളിക്കും. ഓക്കെ. അപ്പം ഇന്നത്തെ ഋതുവാവയുടെ വീഡിയോ ഫ്ലോപ്പായിപ്പോയി. യാഥാർത്ഥ്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇന്നൊന്നും കാണാൻ പറ്റില്ല. കൊച്ചിന് കുറച്ച് ഗോപുരങ്ങൾ മാത്രം കാണാൻ പറ്റിയതേ ഉള്ളൂ. ഇത് നമ്മൾ നികത്തും അല്ലേ? അപ്പോൾ വീണ്ടും ഋതുവാവ വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ചിരിക്കുക, ചിന്തിക്കുക, എന്നിട്ട് വീണ്ടും വരുന്ന ചിരിക്കുക. ഇറ്റ്സ് മീ മിസ്റ്റർ ഷൈജു വിത്ത് ഋതുവാവ ആൻഡ് ബാവച്ചി ഷൈനിങ് ഓഫ്.